ഊരിന്നു വേണ്ട നിജഭാരങ്ങൾ വേണ്ടതിനു, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു, നാരായണ അച്യുത ഹരേ എന്നതിനൊരുവർ നാവൊന്നേ വേണ്ടു. ഹരിനാരായണായ നമോ. ഇതിനെ ശരിയായ സ്ഥലം ആവശ്യമില്ല എന്ന് പറയുകയാണ് എഴുത്തച്ഛൻ. ഇതിന് വെള്ളമോ ആചാരങ്ങളോ ആവശ്യമില്ല. ഏതിനാ? നാരായണൻ, അച്യുതൻ, ഹരേ തുടങ്ങിയ നാമങ്ങൾ ചൊല്ലാൻ. അതൊക്കെ ചൊല്ലാൻ നാവ് മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാ അജ്ഞതകളെയും അകറ്റുന്നവനാണവൻ, സർവവ്യാപിയായ ഭഗവാൻ. അദ്ദേഹത്തിന് വന്ദനം. ഭഗവാന്റെ ദിവ്യനാമം ചൊല്ലാൻ നമുക്ക് ശരിയായ സ്ഥലം അന്വേഷിക്കേണ്ടതില്ല. ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ. അതിനാൽ എവിടെയും നാമജപം ചെയ്യാൻ അനുയോജ്യമാണ്. കൂടാതെ ശരീരം ശുദ്ധീകരിക്കാൻ പുണ്യജലത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചോ പുഷ്പങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും ലഭ്യതയെക്കുറിച്ചോ നാമജപം ചെയ്യാൻ ഇണയുടെ സാന്നിധ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കൂട്ടിൻ്റെ ആവശ്യത്തെക്കുറിച്ചോ ഒരാൾക്ക് ആശങ്ക തോന്നേണ്ട ഒരു കാര്യമില്ല. കാരണം ഭഗവാന്റെ നാമം വളരെ ശക്തമാണ്. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനാൽ സ്വന്തം ഹൃദയത്തിൽ ഭഗവാനെ വഹിക്കുന്നതാണ് നല്ലത്. പറിച്ചെടുത്ത പൂക്കളേക്കാൾ നല്ലത്. ഭഗവാനുമായിട്ടുള്ള ബന്ധം മാത്രമാണ് ശാശ്വതം. നാരായണൻ, അച്യുതൻ, ഹരേ തുടങ്ങിയ വിവിധ നാമങ്ങൾ ചൊല്ലാൻ നാവ് മാത്രം മതി. ഭഗവാന്റെ നാമം ചൊല്ലുന്നത് എല്ലാ അജ്ഞതകളെയും ഇല്ലാതാക്കുന്നു. ദിവ്യനാമങ്ങൾ ഉരുവിടുന്നതിൻ്റെ എളുപ്പത്തിനായി സർവവ്യാപിയായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു.